വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ശർക്കര വരട്ടിയാണ്. ശർക്കര ഉപ്പേരി, കായുപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പച്ചക്കായ എടുത്തിട്ട് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു നുറുക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരൊറ്റ ബാച്ചായിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതെല്ലാം കൂടെ ഇടാൻ പോകുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇനി ഈ ഒരു സമയം കൊണ്ട് ഒരു 300 ഗ്രാം ശർക്കര, അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറൊരു അടുപ്പിൽ വെക്കുകയാണ്. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഇടയ്ക്കൊന്നും നമ്മളെ കായൊന്നും എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്ക, അതുപോലെ തന്നെ 2.25 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കായെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കയ്യിൽ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു കിലുക്കം പോലെ കേൾക്കും. പിന്നെ നമ്മൾ കയ്യിലെടുത്ത് ഒടിക്കുന്ന സമയത്ത് ഒന്ന് ഒടിയണം. ആ ഒരു പരുവം വേണം ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു എണ്ണ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ, കുഴപ്പമില്ല 2-3 ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നോക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തിക്കായിട്ടുള്ളൊരു കോട്ടിങ് നമ്മുടെ കായയുടെ പുറത്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ബാക്കി പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നോക്കിയിട്ട് മിക്സാക്കി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത ശേഷം മാത്രം നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികൾ തന്നെ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടോ ഇത്രയും തിക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കുറച്ച് നേരം ഇത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടീൻ്റെ കളറ് നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചിരിക്കും കേട്ടോ. നല്ല കറുപ്പ് ശർക്കര കിട്ടുകയാണെന്നെങ്കിൽ നല്ല കറുത്തിട്ടായിരിക്കും കിട്ടുക. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഉണ്ടാകുന്ന ഒരു വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചസാരയുടെ കളറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.